السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നാളെ നമുക്കെല്ലാവർക്കും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസൂലു സഅദത്തി സൗജിയ മിന സുന്നത്തി നബവിയ എന്ന് പറയുന്ന കിതാബാണ്. സാലിഹ് അബ്ദുൽ കരീം അൽ ബലൂഷി ഹഫിളഹുല്ലാഹ് അദ്ദേഹം രചിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദറസ് കിതാബ് രൂപത്തിൽ പുറത്തേക്ക് വന്നതാണ് യഥാർത്ഥത്തിൽ. അതിൽ നമ്മൾ അൽഹംദുലില്ലാഹ് 11ഓളം അടിസ്ഥാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 11 അടിസ്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് അൽ അസ്ലു സാനി അഷർ. അൽ അസ്ലു സാനി അഷർ 12ാമത്തേതാണ്. എന്താണത്? അസ്സിർറിയത്തു ഫിൽ ഹയാത്തി സൗജിയ. ദാമ്പത്യ ജീവിതത്തിൽ പ്രധാന ഘടകമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ചിലത് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മറിച്ച് ഭാര്യയും ഭർത്താവും മാത്രം അറിഞ്ഞിരിക്കേണ്ടതായ, അവരുടെ ജീവിതത്തിൽ അവർ മാത്രം പങ്കുവെക്കേണ്ടതായ, മറ്റൊരാൾ അറിയാത്തതായ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ അതിനെ പറ്റിയാണ് പറയുന്നത്. നോക്കൂ, ഷെയ്ഖ് പറയുകയാണ്, യഥാർത്ഥ സൗഭാഗ്യ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഹിഫ്ദുൽ അസ്റാർ. രഹസ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളത്, കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്തുണ്ടാവാൻ പാടില്ല? പ്രത്യേകമായ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങൾ അതെന്ത് ചെയ്യണം? അത് അവർക്കിടയിൽ മാത്രമായിരിക്കണം. പ്രത്യേകിച്ച് കിടപ്പറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർ കിടപ്പറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇടപഴകുമ്പോഴുള്ള അവർ മാത്രം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ അത് അസ്റാറായിരിക്കണം, രഹസ്യമായിരിക്കണം. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പുറത്തേക്ക് അറിയിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത്. കാരണം എന്താണ്? ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീത് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അഥവാ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ മാത്രമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, അതിന് ലഭിച്ചേക്കാവുന്ന ശിക്ഷകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ കിടപ്പറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തേക്ക് പോകാൻ പാടില്ല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന മിൻ അശർരി നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ, അശർറുൻ നാസ് എന്ന് പറഞ്ഞത് നമുക്കറിയാം. അറബി ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് അറിയാം എന്താണ് ശർറ് എന്ന് വെച്ചാല് മ്ലേച്ഛത അല്ലെങ്കിൽ മ്ലേച്ഛം. അശർറ് എന്ന് വെച്ചാലോ ഏറ്റവും മോശം. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ കാര്യമാണ് അല്ലെങ്കിൽ മോശമായ ആളുകൾ ആരാണ്? മൻസിലതൻ ഇൻദല്ലാഹ്. ആരാണ്? പറയാണ്, അർറജുല യുഫ്ലി ഇല ഇംറഅതിഹി വതുഫ്ലി ഇലൈഹി സുമ്മ യൻശുറു സിർറഹ. സുബ്ഹാനല്ലാഹ്. എന്താണ്? തന്റെ ഭാര്യ അവളിലേക്ക് പ്രാപിക്കുകയാണ്, അതുപോലെ തന്നെ ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവൻ? സുമ്മ യൻശുറു സിർറഹ. അവളുടെ രഹസ്യമായ കാര്യങ്ങൾ അത് പുറത്തേക്ക് എന്ത് ചെയ്യാണ്? പരസ്യാക്കാണ്. ഏറ്റവും അശറായ ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ പറഞ്ഞ വിഭാഗം ആളുകൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കാലഘട്ടം സുബ്ഹാനല്ലാഹ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ സോഷ്യൽ മീഡിയയും അതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോ എന്ത് തുടങ്ങി? വ്ളോഗ് അതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോ എന്താണ്? പല കാര്യങ്ങളും പരസ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചില ആളുകൾ എന്താണ് ഇത് കണ്ടിട്ട് അവർ വിചാരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അഭിനയമാണ്, അത് വേറൊരു വശം. പക്ഷെ പലതും ഇവർ പറയുന്നത് എന്താണ്? ഇവരുടെ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്? പ്രത്യേകിച്ച് അവർക്ക് ഒരു ഫായതയുമില്ല. പക്ഷെ എന്താണ്? അവരുടെ ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഒരു കാര്യം അവർ അറിയാണ്ട് പോവുകയാണ്. അതോ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ ആളുകൾ ആരാണ്? ഈ പറഞ്ഞ രൂപത്തിൽ
പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, അവർ അത് മനസ്സിലാക്കുന്നില്ല. ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, وفي هذا الحديث تحريم إفشاء الرجل ما يجري بينه وبين امرأته من أمور الاستمتاع. അഥവാ ഭാര്യയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അത് പ്രചരിപ്പിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്നത് ഈ ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ആരാണ് പറയുന്നത്? ഇമാം അന്നവവി റഹിമഹുല്ലാ. ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പുറത്തേക്ക് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം ആ ഒരു സ്വഭാവം എന്തില്ല, പ്രത്യേകിച്ച് ഇല്ലാതായി പോയിരിക്കുകയാണ്. പല ആളുകളും സുബ്ഹാനല്ലാഹ് നമുക്ക് അറിയാൻ സാധിക്കും, അവര് 5 ആൾക്കാർ 6 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? ഈ വക കാര്യങ്ങളാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം, അത് ഇസ്ലാമിന്റെ മനോഹാരിതയാണ്. ഒരാളുടെ രഹസ്യം അത് പൊതുവിലും അങ്ങനെ തന്നെയാണ്, ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല. ഒരാള് രഹസ്യമായി ഒരു തിന്മ ചെയ്യുന്നത് നമ്മൾ കണ്ടു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരോടും പറഞ്ഞ് പാട്ടാക്കി ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. മറിച്ച് അയാളെ പോയി രഹസ്യമായിട്ട് എന്ത് ചെയ്യുക, ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പം നടക്കുന്ന എന്താണ്, ഒരാളൊരു രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ അത് നാട്ടിൽ എന്ത് ചെയ്യാണ്, പാട്ടാക്കാണ്. ഇത് പൊതുവായിട്ടും പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഖുസൂസൻ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ രൂപത്തിലുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല. പല ഉലമാക്കൾ എന്ത് ചെയ്യുന്നതായി നമുക്ക് കാണാം, ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചതായി കാണാം. വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗലുഹു അമ്മാ ബഅദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അലാ അസാ റജുലുൻ അയ്യുഗ്ലിഖ ബാബൻ വയുർഖിയ സിത്റൻ വയസ്തതിറ ബിസിത്രില്ലാഹ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നതായി കാണാം, ഒരുത്തൻ അവൻ എന്ത് ചെയ്യും, അവന്റെ വാതിൽ കൊട്ടിയടക്കും, അതുപോലെ തന്നെ അവന്റെ മറ എന്ത് ചെയ്യും, അത് നീക്കി മറക്കും. സിത്ര എന്ന് വെച്ചാൽ കർട്ടൻ എന്ന് പറയും, യുർഖി സിത്രാൻ, കർട്ടന് മൂടി വെക്കുന്നതിനാണ് പറയുക അറബി ഭാഷയിൽ. അങ്ങനെ ചെയ്യുകയാണ്. മാത്രല്ല വയസ്തതിറ ബിസിത്രില്ല, അള്ളാഹു എന്ത് ചെയ്യാണ്, മറച്ചു വെച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ മറ ഉണ്ടാകുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, നഹ്നു മസാക്കീൻ. ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് ഷെയ്ഖ് പറയുന്നത്. നമ്മളൊരു പാവപ്പെട്ട സമുദായമാണ്. ലൗലാ സിത്റുല്ലാ, അള്ളാഹുവിന്റെ മറ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വഷളായി പോയെന്ന് ആരാണ് പറയുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അഥവാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന തിന്മകളും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങാനും ജനങ്ങൾക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും അതൊന്നും ജനങ്ങൾക്ക് മുന്നിലേക്ക് അറിയിക്കുന്നുണ്ടോ? ഇല്ല. അത് അള്ളാഹുവിന്റെ മനോഹരമായ മറയാണ്. പക്ഷെ ആ മറയിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഖേദിച്ച് മടങ്ങുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ എന്താ പാടില്ല, വഞ്ചിതരാകാൻ പാടില്ല. അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞത്? അവൻ ഹിസ്സിയായിട്ട് അവൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വാതിൽ കൊട്ടി അടക്കുന്നുണ്ട്. അത് മാത്രമല്ല, എന്നിട്ട് കർട്ടൻ വെച്ചിട്ട് മറക്കുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ മനോഹരമായ മറയും എന്തുണ്ടാകുന്നുണ്ട്, അവൻക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് പറയാണ് എന്നിട്ട് അവൻ പറയാണെന്ത്, ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ ഇന്നലെ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അവൻ എന്ത് ചെയ്യാണ്, ഒരു ലജ്ജയും ഇല്ലാതെ ആളുകൾക്കിടയിൽ പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഹദീസിന്റെ ആ ഒരു അർത്ഥം നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അല്ലെ? ചില ആളുകൾ നമ്മളെ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരു ലജ്ജയില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്. ഇവിടെ പറയുന്നതാണ് സുബ്ഹാനല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത്. ഇവിടെ എന്ത് ചെയ്യാണ് റസൂൽ പറയാം, നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ കാലഘട്ടത്തിൽ ഈ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അവരെന്താണ്, അവര് ഡെയിലി ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങള് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ലജ്ജയില്ലാണ്ട് എന്ത് ചെയ്യാണ്, അവര് കാണിക്കാണ്. വൈലല്ലാഹിൽ മുസ്തക, അള്ളാഹുവോടാണ് നമുക്ക് ആവലാതി പറയാനുള്ളത്. അപ്പൊ എന്താണ്, ഫഖാമത് ജാരിയത്തുൻ കഅബുൻ ഫഖാലത് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ഇന്നഹും ലയഫഅലൂന ദാലിക് വഇന്നഹുന്ന ലയഫഅൽന ദാലിക്. റസൂൽ നിങ്ങൾ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ, അഥവാ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു എന്റെ കുടുംബമായിട്ട്. അത് പുരുഷന്മാരും ഈ രൂപത്തിൽ ആളുകളോട് പറയുന്നുണ്ട്, സ്ത്രീകളും ചെയ്യുന്നുണ്ട്
ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാണ്, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാണ്. അലാ ഉനബ്ബിഉകും ബിമസലി ദാലിക്, ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യം ഉണ്ടല്ലോ, അഥവാ ഇന്നലെ ഞാൻ ഇന്ന ചെയ്തു, എന്റെ ഭാര്യയായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്. ഖാലു വമാ മസലുഹു, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് അതിനുള്ള ഉദാഹരണം, എന്താണ് അതിനുള്ള ഉദാഹരണം? ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസലു ശൈത്താനിൻ ലഖിയ ശൈത്താന ഫീ സിക്ക ഫനകഹഹ. എന്താണ്? ഒരു ശൈത്താന്റെ ഉദാഹരണമാണ്. ഒരു ഷെയ്ത്താൻ ഒരു പെൺ ഷെയ്ത്താനെ എവിടെ വെച്ച് കാണുകയാണ്? റോഡ് മധ്യത്തിൽ അല്ലെങ്കിൽ പരസ്യമായ സ്ഥലത്ത് കാണുകയാണ്. ഫനകഹഹ, അവിടെ നകഹഹ കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ജാമഅഹ എന്നാണ്. നിക്കാഹ് എന്നുള്ളതിന് എന്താർത്ഥമുണ്ട്? ജിമാഅ് എന്നുള്ള അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? ജിമാഅ് എന്നുള്ള അർത്ഥമുണ്ട്. ഏതാണ് ഹദീസ് കേട്ടിട്ടുണ്ട് നിങ്ങൾ? നിക്കാഹ് എന്നുള്ള അർത്ഥം ജിമാഇന് ഉപയോഗിക്കുന്നത്. റസൂല് പറഞ്ഞു, നിങ്ങൾ ഹൈലുണ്ടായിരിക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളുക. ഹൈലുള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളുക. ഇല്ല നിക്കാഹ്, നിക്കാഹ് ഒഴികെ. അവിടെ നിക്കാഹ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഹൈദിന്റെ സമയത്ത് നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്നാണോ? അല്ല. എന്താണ്? ജിമാ എന്നാണ്. മനസ്സിലായില്ലേ? ജിമാ എന്നാണ് അവിടെ ഉദ്ദേശം. ഇവിടെ എന്താണ് ഉദ്ദേശം? പൊതുമധ്യത്തിൽ എന്ത് ചെയ്യാണ്? ജിമാ ചെയ്യാണ്. വന്നാസു യൻദുറൂൻ. സുബ്ഹാനല്ലാഹ്. ജനങ്ങൾ എന്ത് ചെയ്യാണ്? വന്നാസു, അവിടെ വാവ് ഹാലിൻ്റെതാണ്. നമ്മൾ അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. ജനങ്ങളുടെ ഹാൽ എന്താണ്? യൻദുറൂൻ, അവരിലേക്ക് നോക്കുകയാണ്. അഥവാ പൊതുമധ്യത്തിൽ ഒരാള് വ്യഭിചരിക്കുകയാണ് എന്നതുപോലെയാണ് നമ്മുടെ ഭാര്യയായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരാളോട് പറയുമ്പോഴുള്ള അവസ്ഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഈ വിഷയത്തിന്റെ ഗൗരവം ആലോചിച്ച് നോക്ക്. റസൂല് നമുക്ക് പറഞ്ഞുതരാണ് ഒരു ഉദാഹരണം. നമ്മൾ ശരിക്കും ചിന്തിക്കണം. നമ്മൾ ഈ കാണുന്ന ആളുകളോട്, പറയുന്ന ഇങ്ങനെ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളോട് നമ്മൾ ശക്തമായി ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ കാലഘട്ടം എന്ന് വെച്ചാൽ എന്താണ്? ലജ്ജ അതില്ലാതായിരിക്കുകയാണ്. ആർക്ക്? സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കാണെങ്കിലോ ഗൈറത്ത് അതില്ലാതായിരിക്കുകയാണ്. ഗൈറത്ത് എന്ന് വെച്ചാൽ എന്താ? ആത്മരോഷം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് അതാണ് വരുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവം. ഇതിനെപ്പറ്റി പല ഉലമാക്കളും പറഞ്ഞതായി കാണാം. ഈ പറഞ്ഞ രൂപത്തിലുള്ള സ്ത്രീകൾ നിർബന്ധമായും മറച്ചു വെക്കേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭർത്താവ്, ആ സ്ത്രീയുടെ ഭർത്താവ് അത് പുറത്തേക്ക് പറയാന്നുള്ളത് ഹറാമാണ്. യാതൊരു സംശയമില്ല, അത് ഹറാമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഹദീസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു അലൈഹി. ആരാണോ ഒരു മുസ്ലിമിനെ മറച്ചു വെക്കുന്നത്, അഥവാ അവന്റെ ന്യൂനതയും അവന്റെ പോരായ്മകളും ആരാണോ മറച്ചു വെക്കുന്നത്, അള്ളാഹു അവന് മറച്ചു വെക്കുന്നതാണ്. ഇത് ഉമൂമായിട്ടുള്ള കാര്യമാണ്. ഖുസൂസൻ ഇതുപോലെ തന്നെ ഷെയ്ഖ് സുബ്ഹാനല്ലാഹ് ചില ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ന്യൂനതകൾ പറയാന്നുള്ളത് എന്താണ്? പാടില്ലാത്തതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ആളുകൾക്ക് മുമ്പിൽ വെച്ചിട്ട് ഭാര്യനെ വഷളാക്കി സംസാരിക്കാം. ഓ എന്റെ ഭാര്യയുണ്ട്, ഓളിങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഇന്നൊക്കെയാണ് എന്ന് പറയുന്ന ആൾക്കാരില്ലേ? സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ ഒരു 5-6 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പറയാനുള്ള ചർച്ച എന്താണ്? എന്റെ ഭാര്യ ഇങ്ങനെ. ഇത് ഇവനോട് പറഞ്ഞതിനെ കൊണ്ട് എന്തേ ഫായത ഉണ്ടോ? ഒരു ഫായതയില്ല. ഓനോന്റെ ഭാര്യനെ പറ്റി ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു നടന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരവും ഇല്ല. ആളുകൾക്ക് പ്രത്യേകിച്ച് കേൾക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. മറ്റുള്ള ആളുകൾ കേൾക്കും അല്ലെ? പൊതുവെ പറയാറില്ലേ, ആരാണ്ട് നമുക്ക് ഭ്രാന്ത് പിടിച്ചാല് കാണാൻ നല്ല ചേലാന്ന് പറഞ്ഞ പോലെ ഇത് കേൾക്കുന്നവർക്ക് നല്ലൊരു ഇമ്പം ഉണ്ടാവും. കാരണം ഇവന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണല്ലേ, അൽഹംദുലില്ലാ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിലൊരു ഹരം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്തിനാ നമ്മൾ വെറുതെ ഓനെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം? എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളത് നാട്ടുകാരോട് മൊത്തം പറയാ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. ഭാര്യക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ട് എങ്കിൽ അത് മറച്ചു പിടിക്കാണ് വേണ്ടത്. നമ്മൾ മുൻകഴിഞ്ഞ ബാബുകൾ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിന്റെ ഭാര്യയിൽ എന്തെങ്കിലും വെറുപ്പുള്ള കാര്യം കണ്ടാൽ അവളിൽ തൃപ്തിപ്പെടേണ്ടതായ പല സ്വഭാവങ്ങൾ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളുല്ലാ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹമാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു കോള് വരികയാണ്. എന്താണ് കോള്? കല്യാണം കഴിഞ്ഞ് 1, 2, 3 മാസമായ ഒരാൾ വിളിച്ചു പറയാണ്, ഞാനും ഭാര്യയായിട്ട് ഡൈവോഴ്സ് ആയിട്ടുണ്ട്. എന്താണ് കാരണം? ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം, ഭക്ഷണത്തിന് എന്തോ ഒരു പോരായ്മ, ആ വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ഡൈവോഴ്സ് ആകുന്നത്. അപ്പൊ ഷെയ്ഖ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യാ ബുനൈ അല്ലെങ്കിൽ യാ ബുനൈ, എന്റെ മകനെ,
അദ്ദുന്യാ മാ ഫിഹാ ഹൂറുൻ ഐൻ. എന്റെ കുഞ്ഞു മകനെ, ദുനിയാവിൽ ആരില്ല? ഹൂറുൻ ഐൻ ഇല്ല. ദുനിയാവിൽ ഹൂറുൻ ഐൻ ഇല്ല. നമ്മൾ കെട്ടുന്ന ആളുകൾ എന്താണ്? നമ്മളെ പോലെ ചിന്തിച്ചാൽ മതി. നമ്മൾ ആരാണ്? നമുക്ക് എത്ര ന്യൂനതകളുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ മനുഷ്യന്മാരല്ലേ? നമ്മളെ പറ്റി ഏറ്റവും നന്നായി അറിയുന്ന ആരാ? നമ്മൾ തന്നെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമുക്ക് എത്ര ന്യൂനതകളുണ്ട്. അതുപോലെ അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സ്ത്രീകളെ പഠിച്ചത് എങ്ങനെയാണ്? വളഞ്ഞ എല്ലിൽ നിന്നാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്? അവർക്ക് ധാരാളം പോരായ്മകൾ ഉണ്ട് എന്നുള്ളത്. ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ പിന്നെ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആകെ നമ്മൾ ഈ ദുനിയാവിൽ എത്ര ജീവിക്കുക? എന്തെങ്കിലും മനുഷ്യന്മാർക്കാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇല്ലാത്തത്. തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റൂല. എന്നാൽ ഒരു സാധനത്തിന് ഇത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഷോപ്പ് നമുക്ക് ചില സാധനങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാർക്കോ ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇല്ല. ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങളും പ്രയാസവും പക്കയായിരിക്കണം എന്ന രൂപത്തിലാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ മുന്നോട്ടേക്ക് ജീവിതം എന്തായാലും പോവില്ല, യാതൊരു സംശയവും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഇതാണ്. പറഞ്ഞു വന്നത്, ആളുകൾ കൂടുമ്പോൾ ഇതേപോലെ ന്യൂനത പറയാന്നുള്ളതും എന്താണ്? ഈ ഹദീസിന്റെ പരിധിയിൽ വരുമെന്ന് ആര് പറയാണ്? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയാണ്. വെറും എന്തല്ല, നമ്മള് ഭാര്യയുമായി കടപ്പറ കാര്യങ്ങൾ പറയൽ മാത്രമല്ല, മറിച്ച് അവളുടെ ന്യൂനതകൾ ആളുകളോട് പറയാന്നുള്ള എന്താണ്? ഈ ഹദീസിന്റെ പരിധിയിൽ പെടും. ഇനി ഇവിടെ ശൈഖ് മറ്റൊരു കാര്യം പറയാണ്. എന്താണ് പറയുന്നത്? നമുക്ക് ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? കുടുംബക്കാരോട് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചിലത് പറയേണ്ടത് വരും. അതെന്താണ്? മിംബാബിൽ മസ്ലഹ, മസ്ലഹത്തിന്റെ ബാബിലാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, ഇരുവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതകൾ ഉണ്ട് എങ്കിൽ എന്താണ്? അതിന് പ്രശ്നമില്ല എന്ന് പറയാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാണ് വസുൽഹു ഖൈർ. കാരണം എന്താണ്? സുൽഹ് ഉണ്ടാകുന്നുള്ളത്, രഞ്ജിപ്പ് ഉണ്ടാകുന്നുള്ളത് എന്താണ്? നന്മയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ചില ആളുകളോട് എന്ത് ചെയ്യേണ്ടത് വരും? ചില കുടുംബക്കാരോട് അല്ലെങ്കിൽ എൽമിയായി കഴിവുള്ള ആളുകളോട് എന്ത് ചെയ്യേണ്ടി വരും? ഈ രൂപത്തിൽ പറയേണ്ടി വരും. അത് ഒഴിവായ കാര്യമാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ കുടുംബക്കാരോട് പോലും എന്ത് ചെയ്യാൻ പാടില്ല? പൊതുവെ ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. ശേഷിയോട് ഉപയോഗിച്ച വാക്കെന്ന് വെച്ചാല്, നമ്മളുടെ വീടിന്റെ ഉമ്മറപ്പടിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ കുടുംബ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് നന്മയാണെങ്കിൽ കൂടി. എന്താണ് നന്മയാണെങ്കിൽ കൂടി എന്ന് പറയാനുള്ള കാരണം? അൽ ഐനു ഹഖുൻ, കണ്ണേറ് എന്നുള്ള എന്താണ്? സത്യമാണ് അല്ലെ? ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവർക്ക് ഉള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ സ്റ്റാറ്റസുകളിലൂടെ എന്ത് ചെയ്യുക? നമ്മൾ ഭയങ്കര ബന്ധത്തിലാണ്, അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പക്ഷെ അൽ ഐനു ഹഖുൻ, സാധ്യതകളാണത്. ഏത് ഈ രൂപത്തിൽ കാണിക്കാന്നുള്ളതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വായതുണ്ടോ? ഇല്ല. മറിച്ച് കണ്ണേറ് ഹക്കാണ്, കണ്ണേറ് ഹക്കാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം. ഇത് ഹറാമാണ് എന്നല്ല, ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്ന ഹറാമാണെന്നല്ല, പക്ഷെ കണ്ണേറ് നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താണ്? നമ്മളുടെ രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾ, അതിൽ നമുക്ക് പോരായ്മകൾ ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ നിസ്കാര ശേഷമുള്ള അദ്കാറുകൾ, അതിൽ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ കണ്ണേറ് തട്ടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ അടുത്തൊരു കൗല് കണ്ടിട്ടുണ്ട്, മനോഹരമായൊരു കൗലാണ്. എന്ത്? നീ വളരെ ഭംഗിയുള്ളവനായതുകൊണ്ടല്ല നിനക്ക് കണ്ണേറ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നീ ഭയങ്കര സാമ്പത്തികമായി കഴിവുള്ള ഒരാളായതുകൊണ്ടല്ല നിനക്ക് എന്ത് സംഭവിക്കുന്നത്? കണ്ണേറ് സംഭവിക്കുന്നത്. മറിച്ച് എന്തുകൊണ്ടാണ്? നീ അദ്കാറുകളിൽ കറക്റ്റ് അല്ല, നീ അദ്കാറുകള് നീ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിനക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ രൂപത്തിലുള്ള കണ്ണറുകൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. അലാ കുല്ലി ഹാൽ, ഇവിടെ ശൈഖ് പറയാണ്, ഈ രൂപത്തിൽ ചില സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചില കുടുംബക്കാരോടും അതുപോലെയുള്ള അകാരിബുകളോടും ഈ രൂപത്തിലുള്ള ചില പോരായ്മകളും ന്യൂനതകളൊക്കെ പറയേണ്ടി വരും. അത് ഇസ്തിസ്ന ആണ്, ഒഴിച്ചുവിടേണ്ട കാര്യമാണ്, എപ്പെങ്കിലും സംഭവിക്കേണ്ടതാണ്. എന്നാൽ അടിസ്ഥാനം എന്താണ്? ന്യൂനതകളായാലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കിടപ്പറ രഹസ്യങ്ങളായാലും അടിസ്ഥാനം എന്താണ്? മറച്ചു വെക്കുക എന്നുള്ളതാണ്. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് 12ാമത്തെ അസ്ൽ. ഇനി 13ാമത്തെ അസ്ൽ, അൽ അസ്ലു അസ്സാലിസ അശർ. അൽ അസ്ലു അസ്സാലിസ അശർ എന്താണ്? ശുക്റു നിഅമത്തി സ്വലാഹി അഹദി ശരീകൈൻ. നമുക്ക് ലഭിച്ച ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ആ ലഭിച്ചതിനോട്
നന്ദി കാണിക്കുക. അഹ്സൻ ആർക്ക്? അള്ളാഹുവിന്. കാരണം സഹോദരങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നല്ലൊരു ഇണയെ ലഭിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ നിഅമത്ത് തന്നെയാണ്, ഇത് യാതൊരു സംശയമില്ല. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം? എന്താ നമ്മൾ ചെയ്യേണ്ട കാര്യം? ദുആ വേണം. പിന്നെ നമുക്ക് നല്ലൊരു ഇണയെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന് ദുആ. എന്താണ്? അഹ്സൻ. നമ്മളെന്താണ്? കാരണം എന്താണ്? ആയത്തേതാ? അൽ ഖാനിതാത്ത്. അയ്വ, ഏതാണ്? അഹ്സൻ. അത്വയ്യിബാത്തു ലിത്വയ്യിബീൻ. നല്ല പുരുഷന്മാർക്ക് ആരെയാണ് കിട്ടുക? നല്ല സ്ത്രീകളെയാണ്. ഇതില് സംശയമില്ല, ഇതാണ് അടിസ്ഥാനം. എന്നാൽ ചില സമയത്ത് ഇസ്തിസ്നാ ഇല്ലേ? എന്താണ് ഒഴിവ്? ആർക്കും പറയാൻ പറ്റാ? തെളിവ് അല്ല, അതല്ല. നല്ല പുരുഷന് ഒരു മോശ സ്ത്രീനെ കിട്ടി, ഉദാഹരണം ആരാ? നമ്മള് സൂറത്തുൽ ഏതാണ് ഇതിൽ പറയുന്നില്ലേ? ഫിറഔന്റെ ഇമ്രാത്തിനെയും ഉദാഹരണത്തിന് പറയുമ്പോൾ അയ്യോ അല്ലാഹു മസലില്ലദീന കഫറു ഇംറഅത ലൂത്തിൻ വഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അല്ലേ? ലൂത്ത് നബിന്റെ ഭാര്യ എന്തായിരുന്നു? മോശ സ്ത്രീയായിരുന്നു. നൂഹ് നബിന്റെയോ മോശമായിരുന്നു. ഇതെന്താണ്? ഇസ്തിസ്നാ ആണ്, ഒഴിവാണ്. അസ്ൽ എന്താണ്? നല്ല പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളാണ്. റസൂലിന്റെ ഭാര്യമാരൊക്കെ എന്തായിരുന്നു? നല്ല സ്ത്രീകളായിരുന്നു. സഹാബിമാർക്ക് ലഭിച്ചതോ നല്ല നല്ല സ്ത്രീകളായിരുന്നു. അല്ലെ? അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമുക്ക് നല്ല ഭാര്യനെ കിട്ടുക, അല്ലെങ്കിൽ നല്ല ഇണയെ കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന് ദുആ. രണ്ടാമത്തത് സ്വന്തം ഇസ്ലാഹു നഫ്സ്, സ്വന്തത്തെ തന്നെ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ബാബിൽ പറയുന്ന കാര്യം എന്താണ്? നമുക്ക് കിട്ടിയ നമുക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് എന്ത്? നല്ലൊരു ഇണയെ കിട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് പ്രത്യേകം വിശദീകരിക്കേണ്ടി വരില്ല. നല്ല സ്ത്രീകൾ ലഭിക്കുക എന്നുള്ളത് എന്താണ്? അറബിയിൽ പറയാറുണ്ട്, എന്താണ്? ചുവന്ന ഒട്ടകം എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ റയറായിട്ട് കാണുന്ന കാര്യങ്ങളാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര സ്ത്രീകളുണ്ട് നമ്മളെ നാട്ടില്? ധാരാളം ഉണ്ട്. പക്ഷെ അതിൽ നല്ലതെന്ന് പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുള്ളത്? വളരെ വിരളം മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ നമ്മളെ സലഫി സഹോദരന്മാർ തന്നെ എന്ത് ചെയ്യാണ്? അവരന്വേഷിച്ച് പ്രയാസപ്പെടണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസം എന്ത് ചെയ്യട്ടെ? എളുപ്പമായി കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് നല്ലൊരു ഇണയെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. അപ്പൊ എന്താണ്? ഇനി അങ്ങനെ ഒരു നല്ല സ്ത്രീയെ ലഭിച്ചാൽ ഒരുത്തൻ ചെയ്യേണ്ട കാര്യം എന്താ? വലിയ അഹമ്മദില്ല, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശുക്റും ചെയ്യണം. കാരണം ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലേ? അത് അസ്ല് ഖായിദയാണത്. നമുക്കൊരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അള്ളാഹു ശുക്ർ ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വഖദ് ബയ്യന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ച് തരികയാണ് എന്ത്? ഒരുത്തനിക്ക് തൗഫീഖ് ലഭിക്കുകയാണ്, ഒരു നല്ല ഇണയെ ലഭിച്ചു എന്നത് ഒരുത്തനിക്ക് തൗഫീഖ് ലഭിക്കുകയാണെങ്കിൽ ഫഖദ് ഉഫിഖ ലിസ്സആദ, അവനക്ക് എന്ത് ലഭിച്ചിരിക്കുകയാണ്? സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നല്ലൊരു ഭാര്യ കിട്ടാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവന് പിന്നെന്താണ്? ദുനിയാവിലെ, ഞാൻ പല ദർസുകളിൽ പറയാറുണ്ട്, രാജാവാണ്, യാതൊരു സംശയമില്ല. ഒരു നല്ല ഇണയെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദുനിയാവിൽ എന്താണ്? രാജാവാണ്. ലിഅന്നഹു യഅ്മനു അലാ ഇർളിഹി, അവന്റെ എന്താണ്? അഭിമാനം അവൾ എന്ത് ചെയ്യും? കാത്തു സൂക്ഷിക്കും. 5-6 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എന്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറയാൻ നിൽക്കൂല. മറിച്ച് അഭിമാനത്തിനെ കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കും. അതുപോലെ തന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ കൽപ്പിക്കുന്നവളായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ ഫെമിനിസം പോലുള്ള കാര്യങ്ങൾ വന്നപ്പോ എന്താണ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അനുസരിക്കാണ്ടിരിക്കേണ്ട ഒരാളാണ് എന്നാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? സമുദായം പറഞ്ഞു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. ഇസ്ലാമിൽ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യനെ പൊന്നുപോലെ നോക്കേണ്ട ഒരാളാണ്. കാരണം ഭർത്താക്കന്മാർക്ക് ധാരാളം ബാധ്യതകളുണ്ട്. ഭാര്യ എന്തെങ്കിലും ചിന്തിക്കേണ്ടതുണ്ടോ ഇതിനെപ്പറ്റി? അഥവാ അവൾക്കുള്ള ഭക്ഷണം ഇതാരുടെ ബാധ്യതയാ? ഭർത്താവിന്റെ ബാധ്യതയാണ്. അവൾക്കുള്ള വീട് ഇതാരുടെ ബാധ്യത? ഭർത്താവിൻ്റെത്. അവളുടെ കുട്ടികളുടെ വസ്ത്രം, അവൾക്കുള്ള മാസം കൊടുക്കേണ്ടതായ പൈസ, ഇതൊക്കെ ആരുടെ ബാധ്യതയാണ്? ഭർത്താവിൻ്റെതാണ്. ഇതൊക്കെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവ് എന്താ ആവശ്യപ്പെടുക? അവൾക്ക് താങ്ങാത്തത് ആവശ്യപ്പെടുമോ? നല്ല ഭർത്താവാണെങ്കിൽ ഒരിക്കലും ഇല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യമാണ് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ നിസാകളോട് ഖൈറിൽ പെരുമാറണം. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ്? വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് പറയുന്ന ഭർത്താവിനെ
അനുസരിക്കരുത് എന്നാണ് ആര് സമുദായം പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഫെമിനിസം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആളോട് പറയാണ് എന്ത്, നീ ഒറ്റക്കാലിൽ നിൽക്കേണ്ട ആളാണ്, നീ നിന്റെ ഭർത്താവിന്റെ കീഴിൽ നിൽക്കേണ്ട ആളല്ല. എന്നിട്ട് ആരുടെ കീഴിലാ പോയിട്ട് നിൽക്കുന്നത്? ആരുടെ കീഴിലാ? ഏതെങ്കിലും ഒരു മാനേജറുടെ കീഴില്. എന്താണ്, കൃത്യസമയം 9 മണിക്ക് എത്തിയില്ലെങ്കിൽ തുടങ്ങും ആദ്യത്തെ ഇത് ചീത്തവിളി. കറക്റ്റ് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തില്ലെങ്കിലോ അടുത്ത ചീത്തവിളി. ഇങ്ങനെയുള്ള ഒരാളുടെ കീഴില് തല കുത്തി നിൽക്കുന്നതാണോ ഇസ്സത്ത്? അതല്ല ഭർത്താവിന്റെ നേരെ നല്ല മാന്യതയിൽ നിൽക്കുന്നതാണോ ഇസ്സത്ത്? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കട്ടെ. ആളുകൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, തലതിരിയാണ് കാര്യങ്ങൾ, നേരെ തലതിരിയാണ് കാര്യങ്ങൾ. ഇത് എന്ത് ചെയ്യാണ്? സ്ത്രീകൾക്ക് കുത്തിക്കൊടുക്കാണ്. നേരെ മറിച്ച് ഒരു ഭർത്താവ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ സഹാബിമാരെ വിളിച്ച് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണം? ശ്രദ്ധ പുലർത്തണം. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ കെലിമത്ത് കൊണ്ടാണ് അവർക്ക് നിങ്ങൾ ഹലാലായത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവിനോട്, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ പെരുമാറുന്ന ഭർത്താവിനോട് ഒരു ഭാര്യ അല്ലെങ്കിൽ സമുദായം പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ത്? നീ ഭർത്താവിന്റെ കീഴിൽ നിൽക്കേണ്ട ആളല്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞു വന്നത്, നല്ലൊരു ഭാര്യയെ ലഭിക്കുക, നല്ലൊരു ഭർത്താവിനെ ലഭിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നിഅമത്താണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ശുക്ർ കാണിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫാമിന സആദതി, സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമാണ് അൽ മർഅതു തറാഹാ തുഅജിബുക, ഒരു സ്ത്രീ, അവളെ നീ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? നിനക്ക് അവളോട് ഇഷ്ടമുണ്ടാകും, നിന്നെ അത്ഭുതപ്പെടുത്തും, നിന്നെ അത്ഭുതപ്പെടുത്തും. വതഗീബു ഫഅമനുഹാ അലാ നഫ്സിഹാ വമാലിക്, നീ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയാൽ, നീ നിന്റെ ആവശ്യങ്ങൾക്ക് പോയാൽ അവൾ സ്വന്തത്തിനെ തന്നെ എന്ത് ചെയ്യും? സംരക്ഷിക്കുന്നതാണ്, വ്യഭിചരിക്കുകയില്ല. അവൾ എന്ത് ചെയ്യൂല? നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യൂല. ഇത് ഏതിൽപ്പെട്ടതാണ്? സആദത്തിൽപ്പെട്ട കാര്യമാണെന്ന് ആര് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാലിക, നിന്റെ സമ്പത്തിനെ എന്ത് ചെയ്യൂല? അവള് ക്ലേശമാക്കൂല, അവൾ അതിനെ സംരക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല, വല്ലാഹി ചെറിയ കാര്യമല്ല. എത്ര ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. നമ്മളുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭയക്കാതിരിക്കാൻ പാടില്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ശുക്ർ കാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് നമുക്ക് തന്നതായ ഈ നിഅമത്തിനെ നമ്മൾ റബ്ബിനോട് ശുക്ർ കാണിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, ആർക്കാണോ റബ്ബ് സുബ്ഹാനഹു വ തആല സദ്വൃത്തയായ ഒരു ഇണയെ നൽകുന്നത്, ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പകുതി എന്ത് ചെയ്തു? പൂർത്തിയാക്കിയെന്നാണ്. ഏതെങ്കിലും ആളെ കെട്ടാനെ കൊണ്ട് കാര്യമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഇംറഅതൻ സാലിഹ, സിഫത്ത് മൗസൂഫ അല്ലേ? സദ്വൃത്തയായ ഒരു പെണ്ണിനെ ആരെങ്കിലും കെട്ടാനെ കൊണ്ട് കാര്യമുണ്ട് അല്ലെ? ചില ആളുകൾ പറയാറില്ലേ, ഞാൻ കല്യാണം കഴിച്ചു, പക്ഷെ എന്റെ ദീനി പകുതി പൂർത്തിയായിട്ടില്ല. നീ കെട്ടിയതാരെ നോക്കണം, നീ ആരെയാണ് കല്യാണം കഴിച്ചത് നോക്കണം. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീനെ കഴിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? സലഫിയത്തുള്ള പെണ്ണിനെ തന്നെ നമ്മൾ കെട്ടാൻ നോക്കണം എന്നല്ല, അതിന് പരിശ്രമിക്കണം. കാരണം എന്താണ്? ചില ആളുകൾ എന്ത് ചെയ്യും? വിദഈ കക്ഷികളിലുള്ള ആളുകളെ പോയി കെട്ടും, അവസാനം ഓനെന്തായി മാറുകയാണ്? വിദഈയാണ്. എന്താണ് തെളിവ്? മുൻഗാമികളിൽപ്പെട്ട ചില ആളുകളെ പറ്റി പറയുന്നതായി കാണാം. ഖാരിജിയത്തായ ഒരു സ്ത്രീയെ, ഖവാരിജിയത്തിൽ പെട്ട ഒരു സ്ത്രീയെ എന്ത് ചെയ്യാണ്? ഒരുത്തെ വിവാഹം ചെയ്യുക. എന്നാൽ കല്യാണം കഴിക്കുമ്പോൾ അവൻ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ അവളെ നന്നാക്കുന്നതാണ്, ഞാൻ അവളെ നന്നാക്കുന്നതാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? അവൻ അതിന്റെ നേതാവായി മാറി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മുൻകഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാബ്. അള്ളാഹു റസൂൽ പറഞ്ഞതാണെന്ത്? അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഇത് റസൂലിന്റെ വാക്കാ. തെറ്റുവോ? ഒരിക്കലും തെറ്റൂല. ഒരുത്തന്റെ ദീനിലാണ്, ചങ്ങാതിയുടെ ദീനിലാണ്. അതുകൊണ്ട് ഫല്യൻളുർ അഹദുക്കും അയ്യുഖാലിൽ, നിങ്ങൾ ആരുമായിട്ടാണ് സഹവസിക്കുന്നത്, നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ നോക്കണമെന്ന് ആരാ പറയുന്നത്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്താ പറഞ്ഞത്? ആരാണോ ഒരുത്തിന് നല്ലൊരു സ്വാലിഹത്തായ ഭാര്യയെ നൽകിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പകുതി സഹായിച്ചു, ഫല്യത്തഖില്ലാഹ ഫി ശത്രി സാനി, ബാക്കി പകുതിയിൽ അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദുനിയ മതാ. ദുനിയാവ് എന്ന് വെച്ചാൽ എന്താണ്? വിഭവങ്ങളാണ്. വിഭവങ്ങളാണ്. വഖൈറു മതാഇ ദുനിയ അൽ മർഅതു സാലിഹ. ദുനിയാവിൽ വെച്ച് ഏറ്റവും മനോഹരമായ വിഭവം എന്താണ്? അൽ മർഅതു സാലിഹ. നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറപ്രകാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്ന നല്ലൊരു സ്ത്രീയാണ് ദുനിയാവിലെ മത്താ എന്നാണ് ആര് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് സഹോദരിമാരോട് പറയുകയാണ്. അള്ളാഹിന്റെ റസൂല് പറയാണെന്ത്? ദുനിയാവിൽ ഏറ്റവും നല്ല വിഭവം, ഏറ്റവും നല്ല കാര്യം അതാരാണെന്ന് പറഞ്ഞത്? മർഅത്തു സ്വാലിഹ എന്നാണ്. നമ്മളെ നാട്ടിലെ സുബ്ഹാനല്ലാഹ് പല സഹോദരിമാരും അവർ ഫോളോ ചെയ്യുന്നത് ആരെയാണ്? സിനിമയിലെ ആക്ട്രസിനെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി നടക്കുന്ന ആളുകളെയാണ് അവർ പിൻപറ്റാൻ നോക്കുന്നത്. നോക്ക്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അള്ളാഹിന്റെ റസൂല് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ് എന്ത്? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ്. എന്താണ് ചോദ്യം? റസൂലെ, അങ്ങക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആരെയാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ. ആലോചിച്ച് നോക്കി നിങ്ങള്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിത്വം ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ ജീവചരിത്രം എടുത്തു നോക്ക്. എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം? എങ്ങനെയായിരുന്നു അവർ പുറത്തേക്ക് ഇറങ്ങിയത്? അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞു തരുന്നത് എന്ത്? ദുനിയാവിൽ ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല ആളെന്ന് പറയുന്നത് ആരാണ്? മർഅത്തു സാലിഹ. ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പല ദർസുകളും പറയാറുള്ളതാണ്, ഇത് ഖുതുബ പറയുന്ന ആളെ വാക്കാണോ? അല്ല. ഇത് ക്ലാസ് എടുക്കുന്ന ആള് പറയുന്നതാണോ? അല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മൾ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന, നമ്മളെക്കാളും സ്നേഹിക്കുന്ന, നമ്മുടെ മക്കളെക്കാളും സ്നേഹിക്കുന്ന, നമ്മുടെ മാതാപിതാക്കളെക്കാളും സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് എങ്കിൽ അത് മറ്റുള്ള ആളുകളുടെ വാക്ക്, അംറിന്റെയോ സെയ്ദിന്റെയോ വാക്ക് പോലെ കാണാൻ പാടില്ല. മറിച്ച് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് സഹോദരിമാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശൈഖ് ഇവിടെ വിശദീകരിച്ചതായി കാണാം. ഒരുത്തന് ലഭിക്കുന്ന മനോഹരമായ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമാണെന്ത്? ഒരു നല്ല സ്ത്രീയെ ലഭിക്കുക. ഈ നല്ല സ്ത്രീയെ ലഭിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? റബ്ബിന് നന്ദി കാണിക്കുക എന്നുള്ള. പല ദാമ്പത്യ ജീവിതം എടുത്തു നോക്കുക. നമ്മൾ കല്യാണം കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടാവും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? നമുക്ക് നല്ല ഭാര്യയെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ആളുകളോട് പറയുന്നതിനേക്കാളും നല്ലത് അത് ലഭിച്ച, അത് നമുക്ക് തന്ന റബ്ബിനോട് നമ്മൾ എന്ത് കാണിക്കണം എന്നുള്ളതാണ്? നിഅമത്തിന് ശുക്ർ കാണിക്കണം എന്നുള്ളതാണ്. ഈ ഭാവം ക്ലിയർ അല്ലേ? വ്യക്തമല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ബാബാണ്. അത് കുറച്ച് വലിയ ബാബാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വായിക്കാം. എന്താണ്? അൽ അസ്ലു റാബി അഷർ, 14ാമത്തെ അടിസ്ഥാനമാണ്. അൽ അസ്ലു റാബി അഷർ എന്താണ്? ലബ്തുൽ ഗൈറത്തി ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഗൈറത്ത് ഉണ്ടാകുക എന്നുള്ളത്. എന്താണ് ഗൈറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആത്മരോഷം. എന്താണ്? ആത്മരോഷം. അതൊരു ഭാഷാപരമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഭാഷാപരമായ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താണത്? നമ്മളെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരുത്തൻ, അവനൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്താണ്? സാമ്പത്തികമായി നല്ല കഴിവുണ്ട്. ആ സഹോദരന് ധാരാളം സമ്പത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സമ്പത്ത് ഒരാൾ എന്ത് ചെയ്യാണ്? അല്ല, ഇവന്റെ സഹോദരൻ എന്ത് ചെയ്യാണ്? ഒരു കൺട്രോളും ഇല്ലാണ്ട് അത് ചെലവാക്കാണ്. അപ്പൊ അത് ചെലവാക്കുമ്പോ ആ ഏട്ടനുണ്ടാകുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ, അതിനാണ് എന്ത് പറയാ ഭാഷയിൽ ഗൈറത്ത് എന്ന് പറയാം. ഒരു ആത്മരോഷം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരു കൺട്രോളും ഇല്ലാണ്ട് ഇങ്ങനെ പൊട്ടുന്ന കാണുമ്പോ, അത് ചെലവഴിക്കപ്പെടുന്ന കാണുമ്പോ ആ ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അതിന് ഭാഷാപരമായി ആത്മരോഷം എന്ന് പറയാം. എന്താണ് ഇവിടെയുള്ള ഉദ്ദേശം? ഷെയ്ഖ് പറയാണ്, അൽ ഗീറത്തു തകൂനു സബബൻ ലിസആദ, ദാമ്പത്യ ജീവിതത്തിന്റെ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമാണെന്ത്? ഗൈറത്ത് ഉണ്ടാകുക എന്നുള്ളത്, ആത്മരോഷം ഉണ്ടാകുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് മഹ്മൂദായതുണ്ട്,
സ്തുതിക്കപ്പെടേണ്ടതായ ഗൈറത്തുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സ്തുത്യർഹമല്ലാത്തതും ഉണ്ട്. ഗൈറത്ത് രണ്ടും ഉണ്ട്. ഒന്ന് ആക്ഷേപിക്കപ്പെടേണ്ടതാണ്, ഒന്ന് സ്തുതിക്ക് അർഹമായതാണ്. ഇൻഷാ അല്ലാഹ് രണ്ടും ഇവിടെ വിശദീകരിക്കാം. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിച്ച് തരുന്നുണ്ട്. എന്താണ്? അൻ ജാബിർ ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ, റസൂൽ പറയാറുണ്ട് എന്നാണ്, എന്ത്, മിനൽ ഗീറതി മാ യുഹിബ്ബുല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നതായ എന്തുണ്ട്, ആത്മരോഷമുണ്ട്. വമിൻഹ മാ യുബ്ഗിദുല്ലാഹ്, അല്ലാഹു വെറുക്കപ്പെടുന്നതായതുണ്ട്. ഫഅമ്മല്ലതി യുഹിബ്ബുല്ലാഹു ഫൽ ഗൈറതു ഫിർരീബ, എന്താണ്, ഒരു സംശയാസ്പദമായ ഒരു കാര്യം നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഒരാള് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ്, അത് റീബത്തിന്റെ സാധ്യതയാണ്, സംശയമുണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, കാരണം എന്റെ പെങ്ങൾ ഒരുത്തനോട് സംസാരിക്കുന്നത്, കാരണം എന്റെ ഭാര്യ ഒരുത്തനോട് സംസാരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മരോഷം ഉണ്ടല്ലോ, അതാണ് ആർക്കിഷ്ടം? റബ്ബിനിഷ്ടം. ആ വഅമ്മല്ലതി യുബ്ഗിദുഹ അല്ലാഹു ഫൽ ഗൈറതു ഫീ ഗൈരി റീബ, ഒരു സംശയവും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാന്നുള്ളതാണ്, ആളുകളെ സംശയിക്കാന്നുള്ളതാണ്, അല്ലെ? ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ദാമ്പത്യ ജീവിതം കെട്ടുറപ്പില്ലാതിരിക്കാനുള്ള കാരണങ്ങൾപ്പെട്ടതാണ് എന്ത്, സംശയരോഗം എന്നുള്ളത്. ഇത് ദാമ്പത്യ ജീവിതത്തിന് എന്ത് ചെയ്യും, കൊലച്ചളയുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, പൊതുവെ നമ്മൾ പഠിച്ചൊരു കായിതാണ് അൽ യഖീനു ലാ, പഠിച്ചിട്ടുണ്ടോ? അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്നാണ്. ഉറപ്പുള്ള കാര്യം എന്തുകൊണ്ട് മാറൂല? സംശയാസ്പദമായ കാര്യം കൊണ്ട് മാറൂല. നമ്മൾ പഠിച്ചതാണ്, അല്ലെ? ഉദാഹരണം പറയാൻ പറ്റുമോ? അഹ്സൻ. വുളുഇന്റെ വിഷയം, വുളു എടുത്തുന്ന ഒരാൾക്ക് ഉറപ്പുണ്ട്, മുറിഞ്ഞിനോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം. അപ്പൊ ഏതിനെ നമ്മൾ പഠിക്കേണ്ടത്? വുളു എടുത്തു എന്നുള്ളതല്ല, അതാണ് യഖീന്. വുളു എടുത്തു എന്നുള്ളത് ഉറപ്പാണ്, മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പൊ ഉറപ്പുള്ളതിനെ പിടിച്ചിട്ട് ശക്കുള്ളത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം എന്താണ്? ഓ നല്ലവനാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അടിസ്ഥാനം. കാരണം മുഅ്മിനീങ്ങളുടെ സിഫത്താണ്, മുസ്ലിമിന്റെ സിഫത്താണ് അവൻ നന്മ ഉള്ളതാണെന്നുള്ളത്. അതാണ് അടിസ്ഥാനം. അടിസ്ഥാനം അതാണ്. പിന്നെ അവനിൽ നിന്ന് പലതും നമ്മൾ കണ്ടു കഴിഞ്ഞാലേ അവൻ ഏത് മർത്തബയിലേക്ക് പോവുകയുള്ളൂ, ബാക്കിയുള്ള ഫാസിഖായാലും മുനാഫിക്ക് അതുപോലെയുള്ള മർത്തബകളിലേക്ക് പോവുള്ളൂ. അല്ലാതെ ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം എന്താണ്? അവൻ നല്ലവനാണെന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണ്? ഇതുപോലുള്ള ശക്കുകൾ, സംശയങ്ങൾ. ആളുകൾക്ക് ഇടയിൽ ഓന് ഇന്ന വഴിക്കൂടെ ഞാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്, അപ്പൊ ഓൻ അതിന് പോയതായിരിക്കാം. ഒരു കരീനകളില്ലാണ്ട്, സാധ്യതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ സാഹചര്യങ്ങൾ ഇല്ലാതെ ഒരാളെ പറ്റി വെറുതെ ഭർത്താവിനെ പറ്റി സംശയിക്കുക, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഗൈറത്താണ്. നേരെ മറിച്ച് കണ്ണോണ്ട് കാണാണ്. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ വരികയാണ്, അതിനുള്ള ഉദാഹരണങ്ങൾ വരികയാണ്. ഒരു മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ട കാര്യമാണെന്ത്? ഗൈറത്ത് ഉണ്ടാകുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട കാര്യമാണെന്ത്? ആത്മരോഷം ഉണ്ടാകുന്നുള്ളത്. സ്വന്തം ഭാര്യ, സ്വന്തം ഉമ്മ, സ്വന്തം സഹോദരി ആളുകളോട് ഇങ്ങനെ ഒരു ലജ്ജയില്ലാണ്ട് സംസാരിക്കുന്ന കാണുമ്പോൾ ഒരാണാണെങ്കിൽ, പ്രത്യേക അടിവരായിട്ട് മനസ്സിലാക്കണം, ഒരാണത്തുള്ളവനാണെങ്കിൽ എന്തുണ്ടാവും? എനിക്ക് ഗൈറത്തുണ്ടാവും. അതല്ലാതെ അത് നശിച്ചു പോയ ആളുകൾ പലതും സംസാരിച്ചേക്കാം, പല കാര്യങ്ങളും സംസാരിച്ചേക്കാം. അത് ആണത്തില്ലാത്ത ആളുകൾ സംസാരിക്കുന്നതാണ്. ഒരു മുസ്ലിം യഥാർത്ഥ ആണ്, ഒരു പുരുഷൻ, അവന് മനസ്സിൽ എന്തുണ്ടാവും? ഗൈറത്തുണ്ടാവും. ഇത് പൊതുവെ ബുദ്ധിയുള്ള ആളുകൾ യോജിച്ച കാര്യമാണ്, അല്ലെ? പൊതുവെ ബുദ്ധിയുള്ള ആളുകൾ യോജിച്ച കാര്യമാണ്. അവന്റെ ഇതാണ് ഷേഖ് പറയണത്, അവന്റെ ഭാര്യയുടെ ഭംഗി മറ്റുള്ളവരുത്തന് ആസ്വദിക്കുക എന്നുള്ളത് ആരെങ്കിലും ഇഷ്ടപ്പെടൂ? ഏതെങ്കിലും വ്യക്തി സ്വന്തം ഭാര്യ കണ്ടോട്ടെ, എന്റെ ഭാര്യയല്ലേ, നല്ല മുഞ്ചുള്ളല്ലെന്ന് ഏതെങ്കിലും ബുദ്ധിയുള്ള ആള് ഇഷ്ടപ്പെടുവോ? ഒരാളും ഇഷ്ടപ്പെടൂല. അങ്ങനെ ഒരുത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഒരാണത്തുള്ളവൻ ഒരിക്കലും എന്ത് ചെയ്യൂല? തന്റെ ഭാര്യയെ വേറൊരുത്തൻ കണ്ട് ആസ്വദിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടൂല. അതിനാണ് ഗൈറത്ത് എന്ന് പറയാം, ആത്മരോഷം എന്ന് പറയാം. അങ്ങനെ ഒരുത്തൻ നോക്കുന്നുണ്ടെങ്കിൽ എന്താണോ നോക്കുന്നതെന്ന് ചോദിക്കൂല ആളുകൾ. അതിന് പ്രത്യേകിച്ച് ദീന്റെ ആവശ്യമുണ്ടോ? ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു? അറബികൾക്ക് ഉണ്ടായ നല്ലൊരു സ്വഭാവമാണ് എന്ത്? ഗൈറത്ത്. ജാഹിലിയ കാലഘട്ടത്തിൽ, ഏത് ഇസ്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ റസൂലായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബികൾക്ക് ചില നല്ല സ്വഭാവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? ഗൈറത്ത് എന്നുള്ളത്. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഷേഖ് പറയാണ്, അവന്റെ തൊബിയത്തിൽപ്പെട്ട കാര്യമാണ് ഇതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ആത്മരോഷം കാണിക്കുന്നുള്ളത്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, തന്റെ
ഭർത്താവ് പറയാണ് വമ്മൽ മർഅത്തു ഫഹൈസു ഗാറത് മിൻ സൗജിഹാ ഫി ഇർതികാബി മുഹറമിൻ ഇമ്മാ ബിസിന മസലൻ. തന്റെ ഭർത്താവ് ഒരു ഹറാമായ കാര്യം ചെയ്യുമ്പോൾ ഭാര്യ ആത്മരോഷം കാണിക്കാന്നുള്ളത് എന്താണ്? അത് ഗൈറത്താണ്, അല്ലെങ്കിൽ അത് അടിസ്ഥാനമായ കാര്യമാണ്, ഒരാളെ ഫിത്രത്തിൽ ഉണ്ടാകുന്നതാണ്. വൈമ്മാ ബിനഖ്സി ഹഖിഹ, അല്ലെങ്കിൽ ഭാര്യയോട് കൊടുക്കേണ്ടതായ ഹക്കുകളിൽ ഒരുത്തൻ കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ ഭാര്യക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ആത്മരോഷം ഉണ്ടാകും. വജൗരിഹി അലൈഹ, അല്ലെങ്കിൽ അവളോട് തോന്നിയാസം കാണിക്ക, സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ആത്മരോഷം ഉണ്ടാകും. ഇങ്ങനെയാണെങ്കിൽ, ഈ രൂപത്തിലാണെങ്കിൽ ഫഹിയ ഗൈറത്തുൻ മശ്റൂഅ, ഇത് അനുവദനീയമായ ശർഈയായ എന്താണ്? ഗൈറത്താണ്. ഇനി വേറെന്താണ്? ഫലൗ വഖഅ ദാലിക ബിമുജറദി തവഹുമി അൻ ഗൈരി ദലീൽ ഫഹിയ ഗൈറത്തു ഫീ ഗൈരി റീബ. ഒരു തെളിവുമില്ല, വെറും ഊഹാപോഹങ്ങളാണ്. ഇങ്ങനെ ആയേക്കാം, ഓൻ ഇന്ന സ്ഥലത്ത് പോയത് ഇന്നതിനായിരിക്കും എന്നിങ്ങനെയുള്ള ഊഹാപോഹങ്ങളാണെങ്കിലോ അത് ഒരിക്കലും ശരിയായ കാര്യമല്ല, ഒരിക്കലും ശരിയായ കാര്യമല്ല. എന്നിട്ട് ശേഷം എന്ത് ചെയ്യാണ്? ഈ ഹദീസിനെ പല ഉലമാക്കളും പറഞ്ഞതായി കാണാം. അതിന്റെ ആകെ തുക എന്താണ്? ഒരാൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ആണിനായാലും പുരുഷന്മാർക്കും എന്തുണ്ടാവും? ഈ രൂപത്തിലുള്ള ഗൈറത്തുണ്ടാവും. അതില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക അതുണ്ടാക്കിയെടുക്കാൻ. കാരണം എന്തായിരിക്കും? ഉലമാക്കൾ പൊതുവെ പറഞ്ഞതായി കാണാം, ഒരാളിലുള്ള ഗൈറത്ത് നശിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ത്? തിന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരാൾ ജീവിതത്തിൽ തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ മൈൻഡായിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഈ ആണ് പെണ്ണിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ പെങ്ങള് ഭാര്യ ഭർത്താവ് ഈ രൂപത്തിൽ സംസാരിക്കുന്നതിന് മാത്രമാണ് ഗൈറത്ത് ഉണ്ടാകാന്. അള്ളാഹുവിന്റെ ദീനിലെ പല കാര്യങ്ങളും പിച്ച് ചീന്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? ഗൈറത്ത് ഉണ്ടാകണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരുത്തിന് ഏറ്റവും മോശപ്പെട്ട ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കപ്പെടുന്ന കാണുമ്പോഴും അള്ളാഹുവിനെ ചീത്ത പറയുന്ന കാണുമ്പോഴും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും പ്രത്യേകിച്ച് ഒരു കൂസലൊന്നും ഇല്ലാണ്ട് ഒരുത്ത് നിൽക്കുമല്ലോ, മുഖം ചുവക്കാത്തവെന്നാണ് ഇബ്നുൽ ഖയ്യിം ഉപയോഗിച്ചത്. അങ്ങനെയുള്ളവനാണ് ഏറ്റവും വലിയ തിന്മ ചെയ്യുന്നവനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, പലതും പല ആളുകളും പറയുന്നുണ്ട് നമുക്ക് അതിനെതിരെ ഒരു വാക്കുകൾ എഴുതാൻ. നമ്മൾ പോയിട്ട് അടിക്കണം എന്നാണോ പറയുന്നത്? ഒരിക്കലല്ല, അത് ചെയ്യാൻ പാടില്ല. മറിച്ച് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നാവ് തന്നിട്ടുണ്ട്, നമുക്ക് കൈ തന്നിട്ടുണ്ട്, അറിയുന്ന അറിവ് വെച്ച് നമ്മൾ അതിനെ എതിർക്കണ്ടേ? പല ആളുകൾ അള്ളാന്റെ ദീന് പിച്ച് ചീന്തപ്പെടുമ്പോൾ നമ്മളെ മൈൻഡ് എന്താ? ഒന്നും മറുപടി പറയണ്ട, അങ്ങനെ ആയിരിക്കണം നമ്മൾ. ഒരിക്കലും അല്ല. അള്ളാന്റെ ദീനിൽ ഒരുത്തൻ മോശമായ കാര്യമാണ് സ്ഥാപിക്കുന്നതെങ്കിൽ നമുക്ക് ആവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എതിർക്കണം. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ അതിനെ എതിരെ എഴുതണം, സംസാരിക്കണം. അതിനാണ് നമുക്ക് നാവുന്നത്. ഇത് ഭാര്യമാരുടെ അല്ലെങ്കിൽ പെൺമക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ ഒരു മനുഷ്യന് ഗൈറത്ത് ഉണ്ടായിരിക്കണം. അതിനാണ് ആണത്തെന്ന് പറയാം, അതിനാണ് ആണത്തെന്ന് പറയുക. അലാ കുല്ലി ഹാൽ നമ്മളുടെ ഭാര്യഭർത്ത ജീവിതത്തിൽ ഇത് ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് സോഷ്യൽ മാനാണ്, അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് ആളുകൾ മുമ്പിൽ പറയാണ് എന്റെ ഭാര്യ നല്ല ഭംഗിയുള്ളൊരു, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാർ മാത്രമാണോ? എടുത്തു നോക്കാം നമ്മള് പല വ്ളോഗുകളും എന്താ ചെയ്യുന്നത്? ഒരു ലജ്ജയില്ലാണ്ട് ഓന്റെ ഭാര്യ എന്ത് ചെയ്യാണ്? നല്ല അണിയിച്ചൊരുക്കി ഓന്റെ ചെലവിന്റെ പൈസ തന്നെ എനിക്കുന്ന വരുന്നേ യൂട്യൂബിന്റെ വരുമാനത്തിൽ നിന്നാണ്. സ്വന്തം ഭാര്യ ഒരു ഉളുപ്പും ഇല്ലാണ്ട് ആളുകൾക്ക് മുമ്പിൽ കാഴ്ച വസ്തുവാക്കിയിട്ട് തിന്നാണ്, ഒരു ഉളുപ്പും ഇല്ലാണ്ട്. അങ്ങനെ തന്നെ പറയണം. ലജ്ജയില്ലാണ്ട് ആളുകൾക്ക് മുന്നിൽ കാഴ്ച വസ്തുവാക്കിയിട്ട് എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യാണ്? ഭക്ഷിക്കാണ്. ഇവന്റെ ഉദ്യോഗം എന്താ? ആളുകൾക്ക് മുമ്പിൽ ഭാര്യ ഇങ്ങനെ കാഴ്ചവെക്കുക എന്നുള്ളത്. ലജ്ജയില്ലാത്ത വർഗം. ഏറ്റവും മനോഹരമായ സ്വഭാവങ്ങളിൽപ്പെട്ട സ്വഭാവമാണ് എന്ത്? ഗൈറത്ത് എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് നമുക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത്. ലജ്ജ സ്ത്രീകളിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ട ഒരു കാലഘട്ടമാണിത്. ആണുങ്ങളിൽ നിന്ന് ഗൈറത്ത് എന്ന് പറയുന്ന ആ ഒരു നല്ല സ്വഭാവം ഇല്ലാതായിരിക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. പല ആളുകളും അവരെന്ത് ചെയ്യാണ്? ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കാണ്, നീ ഇന്ന് ഇട്ടത് ശരിയായിട്ടില്ല, ഇതെനിക്ക് ചേരുന്നില്ല, നീ കുറച്ചുകൂടി നല്ലതിട്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഭർത്താവ് എന്ന് പറയുന്നവനാ പറഞ്ഞു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കണം. കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കണം. ദീനുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ഈ രൂപത്തിലുള്ള തോന്നിയാസങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുമുട്ടിയിരിക്കാൻ പാടില്ല. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം പല ആളുകളും നമ്മുടെ സ്ത്രീകളെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭംഗിയുള്ള രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുന്നവൻ
സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് ആരെങ്കിലും ധാരണ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഒരു സ്ത്രീ ഒരു ദിവസം പുരുഷനായി ജീവിക്കുകയാണെങ്കിൽ അവൾ പിന്നീട് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങിയേനെന്ന്, ഒരു ഡ്രസ്സിന്റെ മേലെ മറ്റൊരു ഡ്രസ്സിട്ട് അങ്ങനെ ഇറങ്ങിയേനെന്ന്. കാരണം ആണുങ്ങൾ എങ്ങനെ നോക്കുന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? ആണുങ്ങൾക്കേ അറിയുള്ളൂ. ആണുങ്ങൾക്കേ അറിയൂ. ഇത് ആരും നിഷേധിച്ചാലും, എത്ര ഞാൻ പുരോഗമനവാദിയാണെന്ന് പറഞ്ഞാലും, ഞാൻ ഏറ്റവും വലിയ പുരോഗമനത്തിന്റെ ഏറ്റവും ഹൈ ടോപ്പിലാണ് ഉള്ള ആളെന്ന് പറഞ്ഞാലും ശരി, ഒരാണാണ് തന്നെയാണ്, ഒരു പെണ്ണുമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷെയ്ഖ് ഇവിടെ വളരെ മനോഹരമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ഗൈറത്തുള്ള ആളായിരുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും വേണോ ഇതിൽ കൂടുതൽ നമ്മൾ ഗൈറത്തുള്ള ആളാകാൻ? ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നമ്മുടെ അടിസ്ഥാന തത്വമാണത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇനി നമുക്കൊന്നും വേണ്ട, ഇനി ഒരാവശ്യമില്ല. നോക്കണം, ഈ സംഭവം നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബിമാർ വന്നുകൊണ്ട് പറയാണ്, സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഒരുത്തനെ മോശമായ അവസ്ഥയിൽ കാണുകയാണെങ്കിൽ ലളറബ്തുഹു ബിസൈഫ്, ഞാൻ എൻ്റെ വാള് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും? വെട്ടുക തന്നെ ചെയ്യും. ഇത് കണ്ടപ്പോൾ സഹാബിമാർക്ക് എന്ത് ചെയ്യാണ്? അവര് ഗൈറത്തുണ്ടല്ലോ, അത് കണ്ടപ്പോൾ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്, റസൂലെ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റസൂൽ ചോദിച്ചത്? അതഅജബൂന മിൻ ഗൈറതി സഅദ്, നിങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മരോഷം കണ്ട് അത്ഭുതപ്പെട്ടിട്ടാണ് ഉള്ളത്? വല്ലാഹി, എന്താണ് പറയുന്നത് റസൂല്? ഞാൻ സഅദിനേക്കാൾ ഗൈറത്തുള്ളവനാണ്, ആത്മരോഷമുള്ളവനാണ്. വല്ലാഹു അഗ്യറു മിന്നി, അള്ളാഹു എന്നേക്കാൾ ആത്മരോഷമുള്ളവനാണ്. അള്ളാഹു എപ്പ ആത്മരോഷം കാണിക്കുക? അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിൽ ഒരു മുഅ്മിൻ അവൻ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് കാണിക്കുന്നതാണ്? ഗൈറത്ത് കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇതാ യുവാക്കളെ, യുവതികളെ, നമ്മൾ ആരും കാണാണ്ട് ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, ഒരാളും നമ്മൾ കാണുന്നില്ല എന്ന് കരുതി വാതിലുകൾ കൊട്ടിയടച്ച് ഇരുട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഇരുന്ന് മറന്ന് ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, അത് നമുക്ക് നേടിത്തരുന്നത് എന്താണ്? റബ്ബിന്റെ കോപത്തെയാണ്. ആലോചിച്ച് നോക്കണം. നമുക്ക് നേടിത്തരുന്നത് എന്താണ്? റബ്ബിന്റെ കോപത്തെയാണ്. നമ്മൾ ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാണ്? തിന്മകൾ ചെയ്യാണ്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കേട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ കൂട്ടത്തിൽ നല്ലൊരു സാലിഹായ വ്യക്തിയുണ്ട്. അയാൾ ഉണ്ടാവുമ്പോൾ നമ്മളൊരു മോശമായ കാര്യം പറയാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കോ? അല്ലെങ്കിൽ മോശമായ കാര്യം നമ്മൾ ആരെങ്കിലും പറയോ? ഒരിക്കലും പറയൂല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിനൊരു ഗാംഭീര്യം നമ്മൾ കൽപ്പിക്കുന്നില്ലേ? നമ്മൾ ആർക്കാ ശരിക്ക് നമ്മൾ ചെയ്യാണ്ടിരിക്കേണ്ടത്? ഏതവസ്ഥയിലാ? നമ്മൾ ഒറ്റക്കാവുമ്പോഴാണ്. അതാണ് മുഅ്മിൻ. എന്താണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത്? അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആര്? മുഅ്മിനീങ്ങൾ. അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഏത് സമയത്തും കാണാന്നുള്ളതാണ്. അതല്ലേ ഇഹ്സാന്റെ മർത്തബ. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാല്? അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്ന, അല്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിന്. അള്ളാഹു നമ്മൾ ഏത് സമയത്ത്, അള്ളാഹു റഖീബാണ്. എന്താണ് റഖീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൂക്ഷ്മമായി ദർശിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹു ഗൈറത്തുള്ളവനാണ്, അള്ളാഹുവിന്റെ റസൂല് ഗൈറത്തുള്ള ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ത്? നമുക്ക് ഗൈറത്ത് ഉണ്ടാണെന്നുള്ളത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ ഫിത്രത്തിലുള്ളതാണ്. അങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഹറാമുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓരോ ആളുകളും പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളെ ഗൈറത്ത് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിങ്ങനെ TV-യിൽ പല അന്യ സ്ത്രീകളെ കാണുന്നുണ്ട്, പല ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ മറ്റൊരാള് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്നല്ലേ എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാ? നമ്മളിത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകട്ടെ. അപ്പോ പറഞ്ഞു വന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞെന്താണ്? ഞാൻ അങ്ങേയറ്റം ഗൈറത്തുള്ളവനാണ് എന്നാണ്. മറ്റൊരു സംഭവം, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, ഖാലത് ദഖല അലയ്യ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വഇൻദി റജുലുൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുക്കലേക്ക് വന്നു. അപ്പൊ എന്റെ അടുക്കൽ ആരുണ്ടായിരുന്നു? ഒരു വ്യക്തി ഉണ്ടായിരുന്നു. റസൂല് കണ്ട ഉടനെ അവിടുന്ന് ചോദിച്ചു എന്നാണ്, യാ ആയിഷ മൻ ഹാദ. മറ്റു ചില റിവായത്തിൽ റസൂലിന്റെ മുഖം അവിടുന്ന് മാറിയെന്നാണ്. അല്ലെ, റസൂലിന് ഇഷ്ടപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അത് അവിടുത്തെ മുഖത്ത് കാണാൻ പറ്റും, ദേഷ്യമുണ്ടെങ്കിൽ അതും മുഖത്ത് കാണാൻ പറ്റും. റസൂലിന്റെ മുഖം അവിടുന്ന് മാറിയെന്നാണ്. റസൂൽ ചോദിച്ചു എന്നാണ്, മൻ ഹാദ, ഇതാരാണ്? ആയിഷ.
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അഖീ മിന റളാഅ, ഇതെന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു യാ ആയിഷ ഉൻദുർന മൻ ഇഖ്വാനുകുൻ, നിങ്ങൾ ശരിക്ക് നോക്കണം. അവിടെ അങ്ങനെ പറഞ്ഞു വിട്ടില്ല, ശരിക്ക് നോക്കണം കേട്ടോ, നിന്റെ സഹോദരൻ തന്നെയാണോ? കാരണം ഫഇന്നമ റളാഅതു മിനൽ മജാഅ, മുലകുടി ബന്ധം എങ്ങനെ പരിഗണിക്കപ്പെടുക? വിശന്നിട്ട് കുട്ടി കുടിക്കുമല്ലോ. മസ്അല നമുക്ക് വിശദീകരിക്കേണ്ടി വരും മുലകുടിയായി ബന്ധപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ വിശന്നിട്ട് ഒരു കുട്ടി പാല് കുടിക്കുമല്ലോ മറ്റൊരാളുടെ, അങ്ങനെ കുടിച്ചാലാണ് എന്ത് ചെയ്യുക? സഹോദരനായി പരിഗണിക്കപ്പെടുക. മനസ്സിലായില്ലേ? അത് എത്ര കുടിക്കണം? ചർച്ചകളുണ്ട്. അതെങ്ങനെയായിരിക്കണം? ചർച്ചകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ച അവര് നോക്കൂ. മറ്റൊരു സംഭവം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലിന്റെ ഭാര്യയാണല്ലേ, നമുക്കറിയാം. അവിടത്തേക്ക് മുഖന്നസായ ആളുകൾ പ്രവേശിക്കാറുണ്ട് എന്നാണ്. മുഖന്നസായ ഒരു വ്യക്തി, എന്താണ് മുഖന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മള് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? ആണായിരിക്കും, പക്ഷെ സ്ത്രീകളോട് അങ്ങനെയുള്ള ആളുകളുണ്ട്, പക്ഷെ അത് വളരെ റയറായിരിക്കും. നമ്മളെ ഈ നാട്ടിൽ കാണുന്ന ഈ കാലഘട്ടത്തിലുള്ള പോലെയുള്ളതല്ല. ആണായിട്ട് ജനിച്ചിട്ട് എന്ത് ചെയ്യുക, പെണ്ണിന്റെ പോലെ തന്നെ, അതല്ല. എന്നാൽ ഈ രൂപത്തിലുണ്ട്, വളരെ റയറായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുക്കൽ എന്ത് ചെയ്യാറുണ്ട്? പ്രവേശിക്കാറുണ്ട്. അതിൽ ശറഈയായിട്ട് തെറ്റുണ്ടോ? തെറ്റില്ല. അവർക്ക് ഹിജാബ് നിർബന്ധമുണ്ടോ? അവർക്ക് ഹിജാബ് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം വീട്ടിലുള്ള സമയത്ത് ഈ മുഖന്നത്ത് വന്നുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചില സ്ത്രീകളെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങി. ആര്? ഈ മുഖന്നത്തായ ആള് സ്ത്രീകളെ പറ്റി എന്ത് ചെയ്യാണ്? വർണ്ണിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയുക? ഇനി ഒരു കാരണവശാൽ ഇവനുണ്ടല്ലോ, ഇവന് ഈ പടിക്ക് മുന്നിലേക്ക് കയറ്റരുതെന്നാണ്. പടി കയറ്റരുതെന്നാണ് റസൂൽ പറഞ്ഞത്. ആണത്തത്തിന്റെ ചെറിയൊരു ലക്ഷണമാണ് എന്ത് ചെയ്തത് അവിടെ റസൂലിന് ലഭിച്ചത്. ഒരു സ്ത്രീയെ വർണ്ണിച്ചു പറയാന്നുള്ളത് ആണത്തത്തിന്റെ ലക്ഷണമല്ലേ? ആണ്. ആ ചെറിയൊരു ലക്ഷണം ലഭിച്ചപ്പോൾ റസൂൽ പറയാണ് ഇനി മേലാ ഓനെ ഇവിടെ കയറ്റാൻ പാടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാം, ശുദ്ധമായ ആണാണെന്ന് അറിഞ്ഞിട്ടും തന്റെ ഭാര്യയോട് കൊഞ്ചുന്ന ആളുകൾ, തന്റെ പെങ്ങന്മാരോട് കൊഞ്ചുന്ന ആളുകൾ, ഇത് കണ്ടിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് ഒരുത്തിന് ഇരിക്കുകയാണെങ്കിൽ ഓൻ എന്ത് ചെയ്യട്ടെ? നന്നായി ഓനെ തന്നെ ഒരാണാണോ എന്ന് പരിശോധിച്ച് നോക്കട്ടെ. എത്ര ആളുകളുണ്ട് ആലോചിച്ച് നോക്കണം. സ്വന്തം ഭാര്യ കൊഞ്ചി കൊയ്യുന്നുണ്ടാവും. ആരോട്? പല ആളുകളോടും, അന്യന്മാരോട്. ദയ്യൂസ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകളെ പറ്റി പറഞ്ഞത്. എന്താണ് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞ രൂപത്തിൽ തന്റെ വീട്ടിൽ ആരാണ് വന്നു പോകുന്നത് എന്ന് പോലും നോക്കാത്ത ഒരുത്തൻ, ഇതിനാണ് ദയ്യൂസ് എന്ന് പറയാം. തന്റെ വീട്ടിലുള്ള സ്ത്രീകൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ലജ്ജയും ഇല്ലാത്ത, ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവൻ. അള്ളാന്റെ റസൂല് പറയാണ് അങ്ങനെയുള്ള ആളുകളിൽ ഖിയാമത്ത് നാളില് അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്നാണ്. ചില ആളുകളുണ്ട്, അതിലൊരാളാണ് ആര്? ദയ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാര്യ എങ്ങനെ നടക്കാണ്? ഒരു കോലത്തിൽ നടക്കാണ്, ഓനക്കൊരു പ്രശ്നവും ഇല്ല, എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. ദയ്യൂസ് ആവാൻ പാടില്ല. മറിച്ച് നമ്മൾ ആണത്തുള്ള ആളുകളാവണം. നല്ല ഫിത്രത്തുള്ള സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടം. നിങ്ങൾ നോക്കി നോക്കിയാൽ മതി. അഥവാ എന്റെ വിഷയത്തിൽ അങ്ങേയറ്റം നല്ല ശ്രദ്ധ പുലർത്തുന്ന, എന്റെ വിഷയത്തിൽ ആത്മരോഷം കാണിക്കുന്ന ഭർത്താക്കന്മാരെയാണ് ആർക്കും ഇഷ്ടം? ഭാര്യമാർക്ക് ഇഷ്ടം. ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ബിദായ വന്നിഹായത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, നമ്മളെ സമയമായിട്ടുണ്ട്. എന്താണ് ഇബ്നു കസീർ റഹിമഹുല്ല ഒരു സംഭവം വിശദീകരിച്ചതായി കാണാം. നമുക്ക് മഹർ എന്തായി നിശ്ചയിക്കാം? പിന്നീട് കൊടുക്കാം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം? നിക്കാഹ് ചെയ്യാം. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തുണ്ടായി? പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഈ പ്രശ്നം മഹ്കമയിലേക്ക് എത്തി, ഖാദിയുടെ അടുക്കലേക്ക് എത്തി. അപ്പോ എന്തുണ്ടായി? പൊതുവെയുള്ള കാര്യമാണ് എന്ത്? ഭാര്യ ഇത് ഭാര്യ തന്നെയാണോ എന്ന് നോക്കാൻ മുഖം കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ എന്താണ് കേസ്? ഇതുവരെ മഹർ കൊടുത്തിട്ടില്ല, മഹർ ലഭിക്കേണ്ട സമയമായി, മഹർ ലഭിച്ചിട്ടില്ല, ആ രൂപത്തിലായി. അപ്പോ ഇത് കേസായി. അപ്പൊ കേസായ പൊതുവെ എന്ത് ചെയ്യേണ്ടി വരും? ഇത് തന്നെയാണോ വ്യക്തിത്വം എന്ന് നോക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? മുഖം കാണേണ്ടി വരും. മുഖം പൊക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ ഭർത്താവ് എന്ത് പറഞ്ഞു? ഒരു കാരണവശാലും മുഖം പൊത്തിക്കാൻ സമ്മതിക്കൂല, ഓക്ക് കൊടുക്കേണ്ട പൈസ ഞാൻ എന്ത് ചെയ്തോളാം, മഹറായിട്ടുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തോളാം, കൊടുത്തോളാന്ന് പറയാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ എന്ത് ചെയ്യാണ് ഈ സ്ത്രീ? എന്ത് ചെയ്യാണ്? ഇത്രയും ആത്മരോഷമുള്ള എന്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ കേസിൽ നിന്ന് ഒഴിവായി പോവാന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. അവിടെ രണ്ടാക്കുള്ള ഒരു ക്വാളിറ്റിയാണത്. ഒന്നെന്താണ്? ആ ഭർത്താവിന്റെ ആത്മരോഷമാണത്. ഒരുത്തന് കാണാൻ പറയാം, അത് അവിടെ ജായിസാണ് ശരിക്ക്, അല്ലേ? നമുക്കറിയാം ലറൂറത്തിന്റെ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മുഖങ്ങൾ കാണിക്കേണ്ടി വരും. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും എന്ത് ചെയ്യാണ്?
അവിടെ ഗൈറത്ത് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച വിഷയം എന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തുണ്ടായിരിക്കണം? ആത്മരോഷം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാ 14-ാമത്തെ അസ്ലായി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതിൽ വല്ല ഖൈറും ഉണ്ട് എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് പിൻപറ്റാനും നല്ല രൂപത്തിലുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.